തമിഴിൽ നിന്ന് പുതിയൊരു പടം വരുന്നുണ്ട്. ഓം എന്നാണ് പടത്തിന്റെ പേര്. പടത്തിന്റെ ഒരു ഫസ്റ്റ് സ്ട്രൈക്ക്, അതായത് ഗ്ലിംസ് എന്ന രീതി വന്നിട്ടുണ്ട്. ഈ പടത്തിന്റെ മെയിൻ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഈ പടത്തിന്റെ അകത്ത് മമ്മൂട്ടിയും ധനുഷും ഒരുമിച്ച് അഭിനയിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ സായി പല്ലവി വരുന്നുണ്ട്, ശ്രീലീല വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഡയറക്ടർ നമ്മുടെ രാജ്കുമാർ പെരിയസ്വാമി, അതായത് നമ്മുടെ അമരം മൂവി, ശിവകാർത്തികേയന്റെ അമരം മൂവിയുടെ ഡയറക്ടറാണ്. സോ നല്ല പ്രതീക്ഷകളുണ്ട്. ടിപ്പിക്കലി മമ്മൂട്ടി തമിഴ് മൂവീസ് അല്ലെങ്കിൽ വേറെ ലാംഗ്വേജിലുള്ള മൂവീസ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല നോക്കിയും കണ്ടൊക്കെയാണ് ചെയ്യുന്നത്. ചില ഏജന്റ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് പരങ്ങൾ ഒഴിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റോളാണെങ്കിൽ മാത്രമേ പുള്ളി ചെയ്യത്തുള്ളൂ. പിന്നെ ധനുഷും മമ്മൂട്ടിക്ക് ഒരു കോമ്പിനേഷൻ വരുന്നു എന്ന് പറഞ്ഞാൽ ഇവരുടെ കൂടെ ഒരു കോമ്പിനേഷൻ ആക്ച്വലി പടം വന്നിട്ടുണ്ട്. കോമ്പിനേഷൻ്റെ ധനുഷ് ഗസ്റ്റ് ഓണായിട്ട് മലയാളത്തിലേക്ക് വന്ന് കമ്മത്ത് നിങ്ങൾ കണ്ടിട്ട് കാണും. സോ അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു മമ്മൂട്ടിയുടെ ഏതോ പടത്തിനകത്ത് ധനുഷാണ് പ്രൊഡ്യൂസർ. അതങ്ങനെ ആ പടം വന്നായിരുന്നോ എനിക്കറിയില്ല, മേ ബി ഞാൻ വിട്ടുപോയി കാണും. സോ ഏതായാലും ഓം എന്ന് പറഞ്ഞ പടത്തിന്റെ ഫസ്റ്റ് സ്ട്രൈക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇതിന്റെ സായി അഭയശങ്കറാണ് ഇതിന്റെ മ്യൂസിക്. പുള്ളി ഇപ്പൊ കയറി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം നമ്മുടെ അനിരുദ്ധ് എന്നൊക്കെ പറഞ്ഞ പോലെ പുള്ളി അത്യാവശ്യം ഒരു ലെവലിലേക്ക്, എനിക്ക് ഭയങ്കര ഇഷ്ടം പുള്ളിയുടെ മ്യൂസിക്സ്. ഇപ്പൊ ഈവൺ ഡ്യൂഡിനകത്താണെങ്കിലും ഈവൻ കറുപ്പിലെ പോലും ആ ഒരു സിനിമയ്ക്ക് ഡിസർവ് ചെയ്യുന്ന നല്ല കിടിലൻ സാധനം പുള്ളി കൊടുക്കുന്ന ആളാണ്. അപ്പൊ ഏതായാലും നമുക്ക് അതിന്റെ ഒരു ഫസ്റ്റ് സ്ട്രൈക്ക് ഒന്ന് കണ്ടു നോക്കാം. 2 മിനിറ്റ് 32 സെക്കൻഡും ഉണ്ട്. എനിക്കൊന്നൊരു പടത്തിലെ സീക്വൻസ് ആയിരിക്കും മിക്കവാറും കാണിക്കുന്നത്. ഓക്കെ, നോക്കാം. വണ്ടർ പേർ ഫിലിംസ് പ്രൈവറ്റ് ലിമിറ്റഡ്. പളനിയാണോ? തമിഴ് വായിക്കാൻ അറിയില്ല. മരം വെട്ടുകാരനോ? പോലീസ് വേറത് വില്ലനാ? പട്ടാള ആർമി. ഇതിനകത്ത് ഇനി മമ്മൂട്ടി വില്ലനാണോന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എനിക്ക് തോന്നുന്നില്ല, അറിയില്ല. നമുക്ക് കണ്ടുപോകാം. എൻകൗണ്ടറാണോ? ആരാണ്? ധനുഷ്. മ്യൂസിക് കൊള്ളാം. കോടാലി. പുഷ്പ. സായി അഭയങ്കരൻ. മ്യൂസിക് കൊള്ളാം. ധനുഷ്. രാജ്കുമാർ പെരിയസ്വാമി ഫിലിം. മ്യൂസിക് നല്ല രസമുണ്ട്. ഈ സിനിമയ്ക്കകത്ത് മിക്കവാറും ഏതെങ്കിലും സോങ്ങിന്റെ മ്യൂസിക് ആയിരിക്കും, പക്ഷെ നല്ല രസമുണ്ട്. സീനോട്ടല്ല മാച്ചാണ്. കേട്ടിട്ടുള്ള പോലെ ഒരു മ്യൂസിക്. ധനുഷ്. മട്ടി. ആയിരിക്കുമല്ലോ. പടത്തിന്റെ പേരെങ്ങനെയാണ്ട്. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ രാജ്കുമാർ പെരിയസ്വാമി. ഇതിനകത്ത് മമ്മൂക്ക എവിടെയാണ്? മമ്മൂട്ടിയുടെ സീൻസ് ഒന്നുമില്ല. എന്നാ ഉദിരം? അയ്യോ, എന്താ നീ കണ്ടില്ല? ഉദിരം ദ ബ്ലഡ് വുഡ്. ചാപ്റ്റർ 1. ഇതിനിയും സീക്വൽ ഉണ്ടല്ലേ? ഓക്കെ. മമ്മൂക്കയുടെ ഒന്നും കാണിച്ചില്ല, ധനുഷിനെ മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, പോട്ടെ. ഓം ഫസ്റ്റ് സ്ട്രൈക്ക്. ഇനിയും ധനുഷിൻ്റെ പേരായിരിക്കും ഓം, പുള്ളിയുടെ ആയിരിക്കും. ഇനിയിപ്പം നമ്മുടെ മമ്മൂക്കയുടെയും ബാക്കിയുള്ളവരുടെയൊക്കെ ചിലപ്പോൾ ഈ സീക്വൻസ് വരുന്നുണ്ടായിരിക്കും. കൊള്ളാം. മ്യൂസിക്കും കാര്യങ്ങളും. ഇത് എന്താണ് അന്നൊന്നും മനസ്സിലായിട്ടില്ല. ജസ്റ്റ് ഒരു ഗ്ലിംസ് എന്ന രീതിയിൽ മാത്രം കാണിക്കുന്ന സാധനമാണ്. എനിക്ക് എൻ്റെ മ്യൂസിക് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് കേട്ടോണ്ടിരിക്കാൻ. സായി അഭയങ്കറാണ് പുള്ളി. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ കയറി വന്നുകൊണ്ടിരിക്കുന്ന മ്യൂസീഷ്യനാണ്. നല്ല പടം അന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പം ഇതേപോലെ ധനുഷിന് ഭയങ്കര ഹൈപ്പ് തുടങ്ങിയ ഒരു പടം ഉണ്ടായത്, പുള്ളിനെ ഡയറക്റ്റ് ചെയ്ത് തന്നെ രായൻ്റെ. പക്ഷെ അതെനിക്ക് വലിയതായിട്ട് വർക്കാത്തൊരു പടമായിരുന്നു. പിന്നെ ധനുഷിൻ്റെ അടുത്ത് നല്ല പടങ്ങൾ വേറെ ഒന്നും വന്നിട്ടുമില്ല. കുറേ ആയി ഇപ്പം നല്ല പടങ്ങൾ വന്നിട്ട്. സോ ഏതായാലും എനിക്ക് കുഴപ്പമില്ല, കൂടുതലൊന്നും പറയാനില്ല. കാരണം ഇതിനകത്ത് ജസ്റ്റ് ഒരു എന്താണ് ഈ പടം, എങ്ങനത്തെ ഒരു ടോണായിരിക്കും, ആക്ഷൻ സാധനം തന്നെയൊക്കെ തന്നെയാണ്.
പുള്ളി എന്താണ് മരം വെട്ടുന്ന സമയത്ത് ഇതായിട്ടൊന്ന് അവിടുത്തെ നമ്മൾ കൂടുതലായിട്ട് ആലോചിക്കാൻ പോകണ്ട, ഏതായാലും ട്രെയിലറും കാര്യങ്ങളൊക്കെ വരുമല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഓം ഫസ്റ്റ് സ്ട്രൈക്ക് കണ്ടിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ അഭിജിത്ത് ആൻഡ് യു ആർ വാച്ചിങ് ഫ്ലിക്ക് ആൻഡ് ഫ്രെയിംസ്.